നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഇത്. ഇവിടെ ആ കുഞ്ഞിനേക്കാൾ വെയിറ്റുള്ള വലിയൊരു ടയറിനെ പൊക്കിയെടുത്ത് ഉരുട്ടി കളിക്കുവാനുള്ള ശ്രമത്തിലാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനോട് ഇത് നിന്നെ കൊണ്ട് പറ്റില്ല, നീ പോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുവാനായി അടുത്ത് ആരുമില്ലാത്തത് കൊണ്ട് കുഞ്ഞ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ആയി ആ ടയറിനെ എടുത്ത് പൊക്കി ഉരുട്ടി കളിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ കുഞ്ഞിന്റെ ശ്രമങ്ങൾക്ക് വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ ടയറിനെ എടുത്ത് പോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ ഉരുട്ടി കളിക്കുകയാണ്. ആ പുഞ്ചിരി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വിചാരിച്ച കാര്യം സാധിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ചെറിയ പുഞ്ചിരിയോടെ ഉരുട്ടി കളിക്കുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. ഇതിൽ നിന്നും ആ കുഞ്ഞ് തന്നിരിക്കുന്നത് വലിയൊരു മെസ്സേജ് ആണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. നമ്മൾ ഓരോരുത്തരും ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ്. എന്നാൽ ഇതേപോലെ ഈ കുഞ്ഞിനെ പോലെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അതിനായിട്ട് ശ്രമിച്ച് ആ ശ്രമങ്ങൾക്കൊടുവിൽ വിജയം കണ്ടെത്തുവാനായിട്ടുള്ള ക്ഷമ നമ്മൾക്കില്ല. അതിനായി നമ്മൾ ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ ഇതേപോലെയുള്ള വിജയങ്ങൾ നമ്മൾക്കും കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഈ കുഞ്ഞ് തന്നിരിക്കുന്നത്. ഇതേപോലെ എൻ്റെ ലൈഫിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ ഒരു ഷോപ്പിൽ തുന്നൽ പണി പഠിക്കുവാനായി പോയപ്പോൾ അവിടെ പോയതും നീ ഇന്ന് സ്റ്റിച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾക്ക് ആരും തരില്ലല്ലോ. നമ്മൾക്കൊന്നും അറിയാതെ പണി പഠിക്കുവാനായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പോയതും ബട്ടൺസ് വെക്കുവാനായിരിക്കും തരിക. അങ്ങനെ ബട്ടൺസ് വെക്കും. ബട്ടൺസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകും. വീണ്ടും ഇവിടെ ബട്ടൺസ് വെക്കാനാവുമ്പോൾ വരും, ബട്ടൺസ് വെക്കും, വീണ്ടും പോകും കൂട്ടുകാരോടൊപ്പം കളിക്കാൻ. അങ്ങനെ ഒരിക്കൽ പോകുന്ന സമയത്ത് അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു, നീ ഇങ്ങനെ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛനെ പോലെ നീ ചായ ക്ലാസ് കഴുകിക്കൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു ഷർട്ടെങ്കിലും അടിച്ച് കാണിച്ചു തരുമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ ആ പണിയെല്ലാം പഠിച്ചു സ്വന്തമായി തുടങ്ങി എല്ലാം സ്റ്റിച്ച് ചെയ്ത് അദ്ദേഹത്തിന് കാണിക്കാനും സാധിച്ചു അദ്ദേഹത്തിന്റെ മുമ്പിൽ. അത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണ്. അതിനോടൊപ്പം ഞാൻ അതിനായി കണ്ടിന്യൂ ആയി ശ്രമിച്ചത് കൊണ്ടുള്ള ശ്രമത്തിനുള്ള വിജയം കൂടിയാണ് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ അവിടെ ആ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയെങ്കിൽ എനിക്ക് ഇന്ന് ഒരു സ്റ്റിച്ചിങ് മേഖലയിൽ വരാനായിട്ട് സാധിക്കില്ല. ഞാൻ അങ്ങനെ എല്ലാം പഠിച്ച് സ്റ്റിച്ചിങ് മേഖലയിൽ വന്നു. ഇപ്പോൾ ഞാൻ ഒരുപാട് മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് നടക്കും, നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് ഇറങ്ങി ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ റിലേഷനും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.